Dear students, welcome to our botany online class. In the previous class, we had discussed about the inflorescence. There are two different types of inflorescence, racemose and cymose. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫ്ലോറസൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. റസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസും. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഫ്ലവർ. ഇന്ന് നമ്മൾ ഫ്ലവറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ്. എന്താണ് ഫ്ലവർ? വാട്ട് ഈസ് എ ഫ്ലവർ? ദ ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഇൻ ദ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റാണ് ഫ്ലവർ. This meant for sexual reproduction. A typical flower has 4 different kinds of whorls arranged successively on the solen end of the stalk or pedicel called thalamus or receptacle. അപ്പോൾ ആൻജിയോസ്പേംസിൻ്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഫ്ലവർ എന്നത്. അത് സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേം ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായും 4 ഫ്ലോറൽ വേൾസാണ് കാണപ്പെടുന്നത്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെഡിസൽ ഓർ സ്റ്റോക്ക്, പൂഞ്ഞെട്ടിനാണ് പെഡിസൽ എന്ന് പറയുന്നത്. പൂഞ്ഞെട്ടിൻ്റെ അറ്റത്തുള്ള ഒരു സ്വളൻ എൻഡ് ഉണ്ട്. ആ സ്വളൻ എൻഡിനെ റെസപ്റ്റക്കിൾ അല്ലെങ്കിൽ തലാമസ് എന്നാണ് പറയുന്നത്. ആ റെസപ്റ്റക്കിളിലാണ് അല്ലെങ്കിൽ തലാമസിലാണ് ഈ 4 ഫ്ലോറൽ വേൾസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ആ ഡിഫറെൻറ്റ് ഫ്ലോറൽ വേൾസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ദീസ് ആർ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അപ്പോൾ ഏതൊക്കെയാണത്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. കാലിക്സ് ആൻഡ് കൊറോള ആർ അസസറി ഓർഗൻസ്. അതായത് കാലിക്സും കൊറോളയും അസസറി ഓർഗൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് റീപ്രൊഡക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വൈൽ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ കാൾഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അപ്പോൾ ഫ്ലവറിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവുമാണ്. ആൻഡ്രീഷ്യം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്ററി പാർട്ട് ആൻഡ് ഗൈനീഷ്യം ഈസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഇൻ സം ഫ്ലവേഴ്സ് ലൈക്ക് ലില്ലി, the calyx and corolla are not distinct and are termed as perianth. ഇനി കാലിക്സും കൊറോളയും നമ്മൾ നേരത്തെ പറഞ്ഞു അത് അസസറി ഓർഗൻസ് ആണെന്ന് പറഞ്ഞു. ഇനി ചില മോണോകോട്ട് പ്ലാന്റ്സിന് എക്സാമ്പിൾ ലില്ലി, അതുപോലെ നമ്മുടെ കോക്കനട്ട്, അതിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാലിക്സും കൊറോളയും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാലിക്സ് എന്നും കൊറോള എന്നും രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ രണ്ടും കൂടി ചേർന്നിട്ട് ഒറ്റ പാർട്ടായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെ പെരിയാന്ത് എന്നാണ് പറയുന്നത്. വെൻ എ ഫ്ലവർ ഹാസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇറ്റ് ഈസ് ബൈസെക്ഷുവൽ ഫ്ലവർ. ഇനി ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലവറിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ ബൈസെക്ഷുവൽ ഫ്ലവർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ? വെൻ എ ഫ്ലവർ ഹാസ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ദെൻ എ ഫ്ലവർ ഹാവിങ് എയ്തർ ഒൺലി ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ഈസ് കാൾഡ് യൂണിസെക്ഷൽ ഫ്ലവർ. ഇനി ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ആൻഡ്രീഷ്യം മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ള ഫ്ലവറിനെ യൂണിസെക്ഷൽ ഫ്ലവർ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സിമെട്രിയാണ്. ഇൻ സിമെട്രി ദ ഫ്ലവർ മേ ബി ആക്ടിനോമോർഫിക് ഓർ സൈഗമോർഫിക്. അപ്പോൾ സിമെട്രി വെച്ചിട്ട്, എന്താണ് സിമെട്രി എന്ന് പറഞ്ഞാൽ? അതായത് നമ്മളൊരു ഫ്ലവറിനെ കട്ട് ചെയ്തെടുക്കുകയാണ്, ഈക്വൽ ഹാഫ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണെന്ന് വിചാരിക്കുക. When a flower can be divided into 2 equal radial halves in any radial plane passing through the center, it is said to be actinomorphic. ഇപ്പോൾ ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ നോക്കുകയാണ്. ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ ആക്ടിനോമോർഫിക് ഫ്ലവർ എന്നാണ് പറയുന്നത്. മനസ്സിലായ? When a flower can be divided into 2 equal halves through any radial plane passing through the center, it is said to be actinomorphic. Example mustard, chilli,
എക്സെട്ര. കടുക്, അതുപോലെ ചില്ലി, മുളകിൻ്റെത്, അതുപോലെ നമ്മുടെ ഹെബിസ്കസ്, ചെമ്പരത്തിപ്പൂവില്ലേ, അതിനെല്ലാം നമുക്ക് ഏത് റേഡിയൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ സൈഗമോർഫിക്. When a flower can be divided into 2 similar halves only in one particular vertical plane. ഇനി നമ്മളൊരു ഫ്ലവറിനെ കട്ട് ചെയ്യുവാണ്, അത് ഒരേ ഒരു ഡയറക്ഷനിലൂടെ മാത്രം കട്ട് ചെയ്താലേ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുമെങ്കിൽ അതിനെ നമ്മൾ സൈഗമോർഫിക് ഫ്ലവർ എന്ന് പറയും. When a flower can be divided into 2 similar halves only in one particular vertical plane, it is said to be സൈഗമോർഫിക്. അതിന് എക്സാമ്പിൾ പീ, ഗുൽമോഹർ, ബീൻ, കാഷ്യ എക്സെട്ര. നമ്മുടെ പയറുവർഗ്ഗ ചെടികളുടെ എല്ലാം, പയറിൻ്റെ പൂവ്, അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ പൂവൊക്കെ എടുത്ത് നോക്കണം. അതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം, ഈക്വൽ ഹാഫ്സ് എങ്ങനെ പോയാലാണ് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ സൈഗമോർഫിക് ഫ്ലവർ എന്നാണ് പറയുന്നത്. ഇനി വേറൊരു തരത്തിലുള്ള ഫ്ലവർ ഉണ്ട്, അസിമെട്രിക് ഫ്ലവർ എന്ന് പറയും, അല്ലെങ്കിൽ ഇറഗുലർ ഫ്ലവേഴ്സ് എന്ന് പറയും. എ ഫ്ലവർ ഈസ് അസിമെട്രിക് if it cannot be divided into 2 similar halves by any vertical plane passing through the center as in canna. അപ്പോൾ ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ അസിമെട്രിക് ഫ്ലവർ എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ കാന. കാന എന്ന് പറയുന്നതിൽ ഒരു ജാതി വാഴച്ചെടിയുണ്ട്, വാഴച്ചെടി, അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ല. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോറൽ അപ്പൻഡേജസിൻ്റെ എണ്ണം വെച്ചിട്ട് നമ്മൾ പൂവുകളെ തരംതിരിക്കാറുണ്ട്. ഫ്ലോറൽ അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാലിക്സിൻ്റെയോ കൊറോളയുടെയോ എണ്ണം വെച്ചിട്ട്. എ ഫ്ലവർ മേ ബി ട്രൈമീറസ്, ടെട്രാമീറസ് ഓർ പെൻറ്റാമീറസ് when the floral appendages are in the multiple of 3, 4 or 5 respectively. ഇപ്പോൾ ഒരു പൂവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ഇതളുകളുണ്ടെന്ന് വിചാരിക്കാം, 3 എണ്ണം, അല്ലെങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിൾസ് 6, 9 അങ്ങനെ പോവാണ്. അല്ലെങ്കിൽ 4 ദളങ്ങളുണ്ട്, 4 ഇതളുകളുണ്ട്, അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്, 8, അതുപോലെ 12 അങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ 5 ദളങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ 3ൻ്റെയോ 4ൻ്റെയോ 5ൻ്റെയോ മൾട്ടിപ്പിൾസോ അല്ലെങ്കിൽ 3, 4, 5 ഇതളുകൾ വീതമുള്ള ഫ്ലവേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ യഥാക്രമം ട്രൈമീറസ്, ടെട്രാമീറസ്, പെൻറ്റാമീറസ് എന്നാണ് വിളിക്കുന്നത്. Flowers with bract reduced leaf found at the base of the pedicel are called bracteate and those without bracts are called ebracteate. ഇനി ചിലതിന് ബ്രാക്റ്റ് ഉണ്ടാവും. എന്താണ് ബ്രാക്റ്റ് എന്ന് പറഞ്ഞാൽ? അത് റെഡ്യൂസ്ഡ് ലീഫാണ്. നമ്മുടെ പെഡിസലിൻ്റെ, അതായത് ഫ്ലവർ സ്റ്റോക്കിൻ്റെ, പൂഞ്ഞെട്ടിൻ്റെ അറ്റത്തായിട്ടൊരു കുഞ്ഞ് ഇല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇല പോലെ ഒരു നേർത്തൊരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതിനെ നമ്മൾ ബ്രാക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ബ്രാക്റ്റ് ഉള്ള ഫ്ലവർ ആണെങ്കിൽ ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ എന്നും, ബ്രാക്റ്റ് ഇല്ലാത്തതാണെങ്കിൽ അതിനെ ഈ ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ എന്നും പറയും. ഓക്കെ, ദെൻ based on the position of calyx, corolla and rhizome in respect of ovary and thalamus, the flowers are described as hypogynous, perigynous and epigynous. ഇനി വീണ്ടും ഫ്ലവേഴ്സിനെ നമ്മൾ 3ആയിട്ട് തിരിക്കും. ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ്, എപ്പിഗൈനസ് ഫ്ലവേഴ്സ് ആൻഡ് പെരിഗൈനസ് ഫ്ലവേഴ്സ്. അതെന്തിൻ്റെ ബേസിലാണെന്നറിയാവോ? based on the positions of calyx, corolla and androecium in respect of the ovary on thalamus. തലാമസിൽ ഓവറിയുടെ പൊസിഷൻ, അതുപോലെ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ഇതിൻ്റെയൊക്കെ പൊസിഷൻ ഓവറിയുടേതുമായിട്ട് താരതമ്യപ്പെടുത്തി നമ്മൾ ഫ്ലവേഴ്സിനെ വീണ്ടും 3ആയിട്ട് തിരിക്കും. ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ് ആൻഡ് പെരിഗൈനസ്. In the hypogynous flower, the gynoecium occupies the highest position while the other parts are situated below it. The ovary in such flowers is said to be superior. ഇനി എന്താണ് ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ,
ഓവറിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിരിക്കും. ദ ഗൈനീഷ്യം ഒക്കുപ്പൈസ് ദ ഹയസ്റ്റ് പൊസിഷൻ വൈൽ ദ അതർ പാർട്സ് ആർ സിറ്റുവേറ്റഡ് ബിലോ ഇറ്റ്. അപ്പോൾ നമ്മളൊരു പൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് നിൽക്കുന്നത് ഗൈനീഷ്യമായിരിക്കും. അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള പാർട്സ് വരുന്നത്. ദ ഓവറി ഇൻ സച്ച് ഫ്ലവേഴ്സ് ഈസ് സെറ്റ് ടു ബി സുപ്പീരിയർ. അങ്ങനെയുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ സുപ്പീരിയർ ഫ്ലവേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ മസ്റ്റാർഡ്, ചൈന റോസ് ആൻഡ് ബ്രിഞ്ചാൾ. കടുക്, അതുപോലെ ചൈന റോസ്, ചെമ്പരത്തി, ബ്രിഞ്ചാൾ, വഴുതന, അതുപോലെ മുളക്, ഇതിലെല്ലാം ഗൈനീഷ്യത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് മുകളിലായിരിക്കും. If gynoecium is situated in the center and other parts of the flower are located in the rim of the thalamus almost at the same level, it is called perigynous. ഇനി ഗൈനീഷ്യം ഏകദേശം മധ്യഭാഗത്തായിട്ടും ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് അതിനെ ചുറ്റിയിട്ടുമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ പെരിഗൈനസ് എന്ന് പറയും. അതായത് ഹാഫ് ഇൻഫീരിയർ ആൻഡ് ഹാഫ് സുപ്പീരിയർ ഓവറി എന്നാണ് പറയുന്നത്. അപ്പോൾ മുകളിലുമല്ല താഴെയുമല്ല, ഏകദേശം മധ്യഭാഗത്തായിട്ട്, തലാമസിൻ്റെ മധ്യഭാഗത്തായിട്ട് ഓവറിയുടെ പൊസിഷൻ, അതിനെ ചുറ്റി ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് വരും. അതാണ് പെരിഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത്. ദ ഓവറി ഈസ് ഹിയർ ടു ബി ഹാഫ് ഇൻഫീരിയർ. എക്സാമ്പിൾ പ്ലം, റോസ്, എക്സെട്ര. ഇനി എപ്പിഗൈനസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓവറിയുടെ പൊസിഷൻ ഏറ്റവും താഴെയായിരിക്കും. ഏറ്റവും താഴെ ഓവറിയും അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സും. അതാണ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. The margin of the thalamus grows upwards, enclosing the ovary completely and getting fused with it. The other parts of the flower arise above the ovary. Hence the ovary is said to be inferior. അതിന് എക്സാമ്പിൾ ഗുവ, കുക്കുംബർ, എക്സെട്ര. നിങ്ങൾ പേരയിൽ പിന്നെ പൂ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? പേര, അതിൻ്റെ പൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിവശത്തായിട്ടാണ് ആ പേരയ്ക്ക് ആവുന്ന ഭാഗം, അതായത് നമ്മുടെ ഓവറി കാണപ്പെടുന്നത്. അതിൻ്റെ മുകളിലല്ലേ ബാക്കിയുള്ള ദളങ്ങൾ, സ്റ്റേമനുമൊക്കെ നിൽക്കുന്നത്. അതുപോലെ പാവൽ, പടവലം, മത്തൻ, ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിയിൽ, അതായത് പൂ വിരിഞ്ഞ് നിൽക്കുന്ന ദളങ്ങളുടെ അടിയിലായിട്ടാണ് ഈ കായ് ആവുന്ന ഭാഗം. കണ്ടിട്ടില്ലേ? പച്ച നിറത്തിൽ ഇപ്പോൾ പാവയ്ക്കായാലും മത്തങ്ങയായാലും കുമ്പളങ്ങയായാലും അതിൻ്റെ അടിവശത്താണ് ഈ ഓവറി കാണപ്പെടുന്നത്. അപ്പോൾ ഓവറി താഴെയും ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് മുകളിലുമാണെങ്കിൽ അതിനെ നമ്മൾ എപ്പിഗൈനസ് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പാർട്സ് ഓഫ് ഫ്ലവേഴ്സാണ്. ഓരോ പാർട്സും വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തത് കാലിക്സ് ആണ്. ഫസ്റ്റ് ഫ്ലോറൽ പാർട്ട് പറഞ്ഞത് ഓർമ്മയില്ലേ? കാലിക്സ്, ദെൻ കൊറോള, ദെൻ ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, അങ്ങനെ ഓരോന്നായിട്ട് പഠിക്കണം. ആദ്യത്തത് കാലിക്സ് ആണ്. ദ കാലിക്സ് ഈസ് ദ ഔട്ടർമോസ്റ്റ് വോൾ ഓഫ് ദ ഫ്ലവർ ആൻഡ് ദ മെമ്പേഴ്സ് ആർ കാൾഡ് സെപ്പൽസ്. ഏറ്റവും പുറമേ കാണപ്പെടുന്ന, നമ്മളൊരു പൂവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വെളിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് കാലിക്സ്. ദ ഔട്ടർമോസ്റ്റ് വോൾ ഓഫ് ദ ഫ്ലവർ ഈസ് കാൾഡ് കാലിക്സ് ആൻഡ് ദ മെമ്പേഴ്സ് ആർ കാൾഡ് സെപ്പൽസ്. അതിലെ ഓരോ യൂണിറ്റിനെയും അല്ലെങ്കിൽ ഓരോ മെമ്പേഴ്സിനെയും വിളിക്കുന്ന പേരാണ് സെപ്പൽ. ജനറലി ദ സെപ്പൽസ് ആർ ഗ്രീൻ, ലീഫ് ലൈക്ക് ആൻഡ് പ്രൊട്ടക്ട് ദ ഫ്ലവർ ഇൻ ദ ബഡ് സ്റ്റേജ്. ഇപ്പോൾ സാധാരണ രീതിയിൽ കാലിക്സ് എന്ന് പറയുന്ന പച്ച നിറത്തിലായിരിക്കും, ലീഫ് പോലിരിക്കും. എന്നിട്ട് ഈ ഫ്ലവർ ബഡായിരിക്കുന്ന കണ്ടീഷനിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? കാലിക്സിൻ്റെ ഫംഗ്ഷൻ. നമ്മളിപ്പോൾ ചെമ്പരത്തിയുടെ മൊട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ച നിറത്തിലുള്ള ഒരു കപ്പ് പോലൊരു ഭാഗം അതിൻ്റെ ആ പൂ മൊട്ടിനെ ആവരണം ചെയ്ത് കാണപ്പെടും. ശ്രദ്ധിക്കണം. അപ്പോൾ ആ പച്ച നിറത്തിലുള്ള കപ്പ് പോലിരിക്കുന്ന ഭാഗമാണ്, എല്ലാത്തിലും കപ്പ് പോലെ തന്നെ കാണണമെന്നില്ല, അപ്പോൾ ആ ഭാഗമാണ് കാലിക്സ് എന്ന് പറയുന്നത്. The calyx may be gamosepalous or polysepalous. എന്താണ് gamosepalous? എന്താണ് polysepalous? The calyx may be gamosepalous. എന്താണ് gamosepalous എന്ന് പറഞ്ഞാൽ? If the sepals are united. നമ്മൾ പറഞ്ഞില്ലേ കാലിക്സിൻ്റെ ഓരോ മെമ്പേഴ്സിനും പറയുന്ന പേരാണ് സെപ്പൽസ്. ആ സെപ്പൽസ് യുണൈറ്റഡ് ആണെങ്കിൽ, അതെല്ലാം കൂടി ചേർന്ന്, നേരത്തെ ഞാൻ പറഞ്ഞു ചെമ്പരത്തിയുടെ കേസ് പറഞ്ഞില്ലേ, അതിൽ കാലിക്സിൽ ആ സെപ്പൽസ് എല്ലാം കൂടി ചേർന്ന് ഒരു കപ്പ് പോലാണ് ഇരിക്കുന്നത്. കാലിക്സിൻ്റെ സെപ്പൽസ് ഫ്യൂസ് ചെയ്തൊരു കപ്പ് പോലെ കാണപ്പെടും.
അപ്പോൾ അങ്ങനെ ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഗ്യാമോസെപ്പാലസ് എന്നാണ് വിളിക്കുന്നത്. എക്സാമ്പിൾ ഹിബിസ്കസ് തന്നെ. ഓർ പോളിസെപ്പാലസ്. ഇനി ഈ സെപ്പൽസ് എല്ലാം ഫ്രീ ആണെങ്കിൽ, ഇപ്പോൾ 5 സെപ്പലുണ്ട്, 5 ഇതായിട്ട് നിൽക്കുകയാണ്, സെപ്പൽസ് ഫ്രീ ആണ്, അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ പോളിസെപ്പാലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കാലിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഔട്ടർ മോസ്റ്റ് വാൾ ഓഫ് ദ ഫ്ലവർ ആൻഡ് ദ മെമ്പേഴ്സ് ആർ കാൾഡ് സെപ്പൽസ്. ഇഫ് ദ സെപ്പൽസ് ആർ യുണൈറ്റഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഗ്യാമോസെപ്പാലസ്, ഓർ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഇറ്റ് ഈസ് സെറ്റ് ടു ബി പോളിസെപ്പാലസ്. ഓക്കെ. ദെൻ കൊറോള. കൊറോള ഈസ് ദ സെക്കൻഡ് വാൾ ഓഫ് ദ ഫ്ലവർ. രണ്ടാമത്തെ പാർട്ടാണ് ഏത്? കൊറോള. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പെറ്റൽസ്. അതിലെ ഓരോ മെമ്പറിനെയും അല്ലെങ്കിൽ യൂണിറ്റിനെയും പെറ്റൽ എന്നാണ് വിളിക്കുന്നത്. പെറ്റൽസ് ആർ യൂഷ്വലി ബ്രൈറ്റ്ലി കളേർഡ് ടു അട്രാക്ട് ഇൻസെക്ട്സ് ഫോർ പോളിനേഷൻ. ഇപ്പോൾ നമ്മുടെ കൊറോള എന്ന് പറയുന്ന പാർട്ട് ഏതാണെന്നറിയാവോ? ഒരു പൂവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള പാർട്ട്, കളർഫുള്ളായിട്ടുള്ള പാർട്ട്, ദളങ്ങൾ, അറിഞ്ഞൂടെ? അപ്പോൾ അതാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ നമ്മൾ കൊറോള എന്ന് പറയും. ഓരോ ഇതളിനെയും പെറ്റൽ എന്നാണ് പറയുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കാലിക്സ്, അതിൽ സെപ്പൽസ് ചിലപ്പോൾ യുണൈറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ ഫ്രീ ആയിരിക്കും. അതേപോലെ ഹിയർ ഓൾസോ ദ കൊറോള മേ ബി ഓൾസോ യുണൈറ്റഡ്, ഇറ്റ് ഈസ് സെറ്റ് ടു ബി ഗ്യാമോപെറ്റാലസ്. ഇപ്പോൾ പെറ്റൽസ് യുണൈറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഗ്യാമോപെറ്റാലസ് എന്നും, ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഇറ്റ് ഈസ് സെറ്റ് ടു ബി പോളിപെറ്റാലസ്. ഇനി അത് ഫ്രീ ആണെങ്കിൽ അതിനെ പോളിപെറ്റാലസ് എന്നും പറയും. ഇനി ഓരോ എല്ലാ പ്ലാന്റ്സിലും കാലിക്സിൻ്റെ കൊറോള എന്ന് പറയുന്നത് ഒരേ കളറായിരിക്കുമോ? അല്ല, പല കളറിലുള്ള പൂക്കളില്ലേ? അപ്പോൾ അത് ഓരോ ചെടിയും വ്യത്യസ്തമാകുന്നതിനനുസരിച്ച് പൂക്കളുടെ കളറും അതുപോലെ കൊറോളയുടെ ഷേപ്പും ഒക്കെ വ്യത്യാസമായിരിക്കും. ട്യൂബുലാർ കൊറോളയുണ്ട്, ബെൽ ഷേപ്ഡ് കൊറോളയുണ്ട്, ഫണൽ ഷേപ്ഡ് ഉണ്ട്, ഇല്ലേ? അപ്പോൾ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കൊറോളയാണ് കാണപ്പെടുന്നത്. അത് ഏതിനനുസരിച്ച് വേരി ചെയ്യും? സ്പീഷീസ് അനുസരിച്ച് വേരി ചെയ്യും. ഇനി അടുത്തത് ഈസ്റ്റിവേഷനാണ്. ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ ഫ്ലോറൽ ബഡ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം വേൾ ഈസ് നോൺ ആസ് ഈസ്റ്റിവേഷൻ. പൂവ് ബഡായിരിക്കുമ്പോൾ, അതായത് ഒരു മൊട്ടായിരിക്കുമ്പോൾ അതിനകത്ത് സെപ്പൽസും പെറ്റൽസും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അതാണ് ഈസ്റ്റിവേഷൻ. ദർ ആർ 4 മെയിൻ ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻ: വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി. 4 തരത്തിലുള്ള ഈസ്റ്റിവേഷനാണുള്ളത്. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി. അപ്പോൾ അതിൻ്റെ ഫിഗറൊക്കെ ടെസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളത് വ്യക്തമായിട്ട് നോക്കണം. എന്തിനെന്നറിയാവോ? എക്സാമിന് അതിലൊരു ഫിഗർ തന്നിട്ട് അത് ഏത് തരത്തിലുള്ള ഈസ്റ്റിവേഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ കാണാതെ വരയ്ക്കാനൊന്നും ചോദിക്കില്ല. എന്താണ് വാൽവേറ്റ് എന്ന് പറഞ്ഞാൽ? വെൻ സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ എ വേൾ ജസ്റ്റ് ടച്ച് ഓൺ അനദർ അറ്റ് ദ മാർജിൻ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. ഇപ്പോൾ സെപ്പൽസ് അല്ലെങ്കിൽ പെറ്റൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും ഓവർലാപ്പ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ മാർജിൻ ടച്ച് ചെയ്ത്, അതായത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ മാർജിൻസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വാൽവേറ്റ് എന്ന് പറയും. വാൽവേറ്റ്. എക്സാമ്പിൾ കലോട്രോപ്പിസ്. കലോട്രോപ്പിസ് എന്ന് പറഞ്ഞാൽ എരുക്കെന്ന് പറയുന്ന ചെടി. If one margin of the appendage overlaps that of the next one and so as in China rose. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് എന്ന് പറയും. അതായത് ഒരു പെറ്റൽ മറ്റതിനെ ഓവർലാപ്പ് ചെയ്ത്, അടുത്ത പെറ്റലിനെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്വിസ്റ്റഡ് എന്ന് പറയും. If the margins of sepals or petals overlap one another but not in a particular direction, it is said to be imbricate. ഇനി മാർജിൻസ് ഓവർലാപ്പ് ചെയ്യും, പെറ്റൽസിൻ്റെ മാർജിൻസ് ഓവർലാപ്പ് ചെയ്യും, പക്ഷേ അതിനൊരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഇല്ല. ചിലപ്പോൾ ഒരെണ്ണം ഫുള്ള് അകത്തായിരിക്കും, ചിലപ്പോൾ ഒരെണ്ണം ഫുള്ള് വെളിയിലായിരിക്കും, ചിലപ്പോൾ ഒരെണ്ണത്തിൻ്റെ പകുതിയായിരിക്കും ഓവർലാപ്പ് ചെയ്ത് വരിക. അങ്ങനെയുള്ളതിനെ നമ്മൾ ഇംബ്രിക്കേറ്റ് എന്ന് പറയും. എക്സാമ്പിൾ കാഷ്യ, കണിക്കൊന്ന. ഇനി അടുത്തത് വെക്സിലറി. വെക്സിലറി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പയറുവർഗ്ഗ ചെടികൾ, നേരത്തെ പറഞ്ഞില്ലേ ലെഗൂമിനസ് പ്ലാന്റ്സിൻ്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം അവിടെ 5 പെറ്റൽസ് ഉണ്ട്. ഒരു ലാർജ് പെറ്റൽ, അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയും. ഇറ്റ് ഓവർലാപ്സ് ദ 2 ലാറ്ററൽ പെറ്റൽസ്, അതായത് വിങ് പെറ്റൽസ് എന്ന് പറയും. ഒരു വലിയ പെറ്റലുണ്ട്, അതിനെ സ്റ്റാൻഡേർഡ് പെറ്റൽ. ആ സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ത് ചെയ്യുന്നു എന്നറിയോ? അടുത്ത 2
ലാറ്ററൽ പെറ്റൽസ് ഉണ്ട്, അതിനെ നമ്മൾ വിങ് പെറ്റൽ എന്നാണ് പറയുന്നത്, അതിനെ ഓവർലാപ്പ് ചെയ്യും. വിച്ച് ഇൻ ടേൺ ഓവർലാപ്പ് ദ 2 സ്മോളസ്റ്റ് ആൻറ്റീരിയർ പെറ്റൽസ്, ദാറ്റ് ഈസ് കീൽ പെറ്റൽ. ഇനി ഈ വിങ് പെറ്റൽ ഉണ്ടല്ലോ, അതിനകത്തുള്ള 2 കുഞ്ഞു പെറ്റലുണ്ട്, അതിനെ കീൽ പെറ്റൽസ്, അതിനെ ഓവർലാപ്പ് ചെയ്ത് വരും. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഈസ്റ്റിവേഷൻ ഈസ് നോൺ ആസ് വെക്സിലറി ഈസ്റ്റിവേഷൻ ഓർ പാപ്പിലോണേഷ്യസ് ഈസ്റ്റിവേഷൻ എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം ടെക്സ്റ്റിലുണ്ട്, അത് നന്നായിട്ട് നോക്കി വയ്ക്കുക. ഈ വെക്സിലറിയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യമാണ്, അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.